വീണ്ടും ആവർത്തിക്കുന്നു, സഞ്ജു സാംസൺ കളിച്ചാൽ ചെന്നൈ ജയിക്കും, സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ ചെന്നൈ തോൽക്കും. അത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു. ആ കാഴ്ച തന്നെയാണ് വീണ്ടും കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിലും നമ്മൾ കണ്ട അതേ കാഴ്ച അങ്ങനെ തന്നെയാണ് എന്നത് പറയാം. സഞ്ജു സാംസൺ കളിച്ചാൽ ചെന്നൈ കളിക്കും, ഇല്ലെങ്കിൽ ചെന്നൈ അട്ടപ്പട്ടലം തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വൺ പ്ലെയർ ഡിസൈഡ്സ് ദ ഫേറ്റ് ഓഫ് ദ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ക്രിക്കറ്റ് ഇസ് എ ടീം സ്പോർട്ട്. എല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഇമ്പാക്ട് പ്ലെയേഴ്സിൻ്റെ ഇൻക്ലൂഷൻസ്, ചിലപ്പോൾ ബൗളേഴ്സിൻ്റെ കളികൾ, ഇതൊക്കെ ആയിരിക്കും ഒരു ടീമിൻ്റെ വിജയത്തെ അടിസ്ഥാനമാക്കുന്നത്. പക്ഷെ ഒരു പ്ലെയർ നിരന്തരം ഒരു സീസണിൽ അയാൾ തിളങ്ങിയാൽ മാത്രമേ ടീം തിളങ്ങുകയുള്ളൂ എന്നൊരു അവസ്ഥ വരുമ്പോൾ, ഇത് ഒരു കളിയല്ല, 2 കളിയല്ല, 3 കളിയല്ല, 4 കളിയല്ല, 5 കളിയല്ല, 6 കളിയല്ല, 7 കളിയല്ല, 8ാമത്തെ കളിയിൽ എത്തി നിൽക്കുമ്പോഴേക്കും അതേ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അതിനകത്ത് എന്തോ ഒരു കാര്യമില്ലേ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്. നമ്മളിതിന് മുന്നേയും ഇതിനെപ്പറ്റി അനലൈസ് ചെയ്തതാണ്. ഇതിന് മുന്നേയും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് വീഡിയോസ് ഇട്ടപ്പോൾ പോലും പലരും അതിനെപ്പറ്റി എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു. ആ എതിർത്തവർ കൊണ്ട് തന്നെ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നത്. സഞ്ജു സാംസൺ തിളങ്ങിയാൽ ചെന്നൈ തിളങ്ങും, സഞ്ജു തിളങ്ങിയില്ലെങ്കിൽ ചെന്നൈ പുറത്താവും. എന്തുകൊണ്ടാണ് പരിശോധിക്കാം. CSK സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ കഷ്ടത ഉണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് പവർ പ്ലേസിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തിളങ്ങാൻ കഴിയാതിരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരുന്ന ചെന്നൈ ക്യാമ്പിലേക്കാണ് CSK ഒരു നിർണായകമായ തീരുമാനം എടുക്കുന്നത്. രവീന്ദ്ര ജഡേജയും സാം കറണയും രാജസ്ഥാൻ റോയൽസിലേക്ക് ട്രേഡ് ചെയ്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ എക്സ് ക്യാപ്റ്റൻ ആ സമയത്തെ ക്യാപ്റ്റനായിരുന്ന സഞ്ജു സാംസണെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ ഡിസിഷൻ വളരെയധികം ഫെയർ ഡിസിഷൻ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം രവീന്ദ്ര ജഡേജ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഗംഭീരമായി കളിക്കുന്നുണ്ട്. നേരെ മറിച്ച് CSKക്ക് വേണ്ടിയിട്ട് സഞ്ജു സാംസൺ തിളങ്ങുന്നുണ്ട്, കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രേഡ് എന്നാണ് നിലവിൽ ക്രിക്കറ്റിൽ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. ഇനി നമുക്ക് വസ്തുതയിലേക്ക് വരാം. CSK സഞ്ജു സാംസനെ കൊണ്ടുവരുന്നത് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾക്കാണ്. ഒന്ന്, സഞ്ജു സാംസൺ ആസ് എ പ്ലെയർ പൊട്ടൻഷ്യൽ കാര്യങ്ങൾ എന്നതിനെപ്പറ്റി ഒരു ഇൻഡിവിജ്വൽ പെർഫോമർ എന്ന രീതിയിൽ എടുക്കാം. ഇനി ബാക്കി 2 പോയിന്റ്സ് CSK മാനേജ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വേണം നമുക്ക് കാണാൻ. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് CSKക്ക് ഒരു ഗംഭീരമായ ഓപ്പണർ വേണം. ആ ഓപ്പണറിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് സ്ലോട്ടായിട്ട് നിൽക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. സോ സഞ്ജു സാംസൺ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വരുന്നു. 2, മഹേന്ദ്ര സിംഗ് ധോണിക്ക് 45 വയസ്സായി. ധോണിയെ വെച്ച് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ധോണി ഈ സീസണിൽ 8 മത്സരങ്ങൾ കഴിഞ്ഞിട്ട് പോലും CSK ജേഴ്സിയിലേക്ക് വന്നിട്ടില്ല. ധോണി ഈ സീസൺ കളിക്കാനും പോകുന്നില്ല. ആ സമയത്ത് CSK മാനേജ്മെൻറ്റ് നീഡ്സ് എ പ്ലെയർ ഹു ക്യാൻ ബി സ്വാപ്ഡ് ബൈ ധോണി. നല്ല കൃത്യമായ രീതിയിൽ ധോണിയെ സ്വാപ്പ് ചെയ്ത് കളിക്കാൻ കഴിയുന്നൊരു പ്ലെയർ ആയിരിക്കണം. അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ടീമിൻ്റെ ബാലൻസിനെ മനസ്സിലാക്കുന്നൊരു പ്ലെയറുമായിരിക്കണം. ഈ 2 അടിസ്ഥാന ഘടകങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് CSK ജഡേജയെ കളയാനുള്ളൊരു തീരുമാനം എടുത്തിട്ട് സഞ്ജു സാംസനെ കൊണ്ടുവന്നത്. ഈ ട്രേഡിനെ പറ്റി പല വിമർശനങ്ങളും ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ CSK മാനേജ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് ദ മാനേജ്മെൻറ്റ് ഹാസ് ടേക്കൺ ടിൽ ഡേറ്റ് എന്ന് വിളിക്കേണ്ടി വരും. പക്ഷേ അതനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ മാറുന്നത്? ഓഫ് കോഴ്സ് ആണ്. കാരണം സഞ്ജു സാംസൺ തിളങ്ങിയാൽ മാത്രമേ CSK ക്യാമ്പിനകത്ത് അല്ലെങ്കിൽ CSK ടീമിനകത്ത് തന്നെ ഒരു മൊത്തം ഉണർവ് ഉണ്ടാകുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ CSKയുടെ ആദ്യത്തെ മത്സരം തൊട്ട് കാണുകയാണ്. ആദ്യത്തെ 3 മത്സരങ്ങൾ നിങ്ങൾ എടുത്തു വയ്ക്കുക. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആദ്യത്തെ 3 മത്സരങ്ങൾ സഞ്ജുവിൻ്റെ റൺസ് സംഭാവന എന്ന് പറയുന്നത് ആദ്യത്തെ മത്സരത്തിൽ 6 റണ്ണ്, രണ്ടാമത്തെ മത്സരത്തിൽ 7 റണ്ണ്, മൂന്നാമത്തെ മത്സരത്തിൽ 9 റണ്ണ്. ഇതായിരുന്നു സഞ്ജുവിൻ്റെ സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ഈ 3 മത്സരങ്ങളും ചെന്നൈ പരാജയപ്പെട്ട മത്സരങ്ങളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സഞ്ജുവിൻ്റെ ഒരു ഗംഭീരമായ കംബാക്ക് എന്ന് പറയുന്നത് ഒരു സെഞ്ചുറി അടിച്ചിട്ടാണ്. ആ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ 115 റൺ അടിക്കുന്നു. അവിടെ ചെന്നൈ ജയിക്കുകയാണ്, ഗംഭീരമായിട്ട് ജയിക്കുകയാണ്. അത് കഴിഞ്ഞ് സഞ്ജു വീണ്ടും ഒരു 48 അടിക്കുന്നു, വിച്ച് വാസ് എ ഗ്രേറ്റ് സ്കോർ, ക്ലോസ് ടു 50. അതും ചെന്നൈ ജയിക്കുകയാണ്. അത് കഴിഞ്ഞ് സഞ്ജു വീണ്ടും ഒരു സെഞ്ചുറി അടിക്കുന്നുണ്ട്, അതും ചെന്നൈ ജയിക്കുകയാണ്. പക്ഷേ ബാക്കി തിളങ്ങാത്ത മത്സരങ്ങൾ നോക്കിയേ, സഞ്ജു തിളങ്ങാത്ത ബാക്കി എല്ലാ മത്സരങ്ങളും ചെന്നൈ പരാജയപ്പെടുകയാണ്. ഈ പാറ്റേൺ നമ്മൾ കണ്ടുകൊണ്ടുപോയിരിക്കുകയാണ്. അത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ടീമിന് മൊത്തത്തിൽ ഒരു പ്ലെയറിൻ്റെ കോൺഫിഡൻസ്, ഒരു പ്ലെയറിൻ്റെ സ്കോർ മാറ്റുന്നുണ്ടെങ്കിൽ അത് വ്യക്തമല്ലേ. ഇപ്പോൾ CSK ആണ് ഒരു കളിയിൽ ബാറ്റിങ്ങിൽ ആദ്യം ഇറങ്ങുന്നതെങ്കിൽ അവിടെ സഞ്ജു 10 റൺസിന് താഴെ പുറത്താക്കുകയാണെങ്കിൽ നിങ്ങളെ മത്സരത്തിൻ്റെ വിധി തന്നെ അപ്പോഴേ ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് എ വെരി ടഫ് കോൾ, വിച്ച് ഇസ് എ വെരി ഹാർഷ് കോൾ. ആ അവസ്ഥയിലൂടെയാണ് CSK മാറുന്നത്. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മുൻപ് ധോണിയിൽ ഒതുങ്ങിപ്പൊക്കൊണ്ടിരുന്ന CSK ഇപ്പോൾ സഞ്ജുവിൽ ഒതുങ്ങുകയാണോ എന്നുള്ള ചോദ്യം നിൽക്കുകയാണ്. ഉറപ്പായിട്ടും അങ്ങനെ ഒതുങ്ങരുത്. ആസ് എ ഫ്രാഞ്ചൈസ് വിച്ച് ഹസ് ഡെലിവേർഡ് 5 കപ്സ് ഒരിക്കലും
ഒരു പ്ലെയറിൽ ഒതുങ്ങിപ്പോകുന്നത് വളരെ നിരാശകരമായ കാര്യമാണ്. അത് സംഭവിക്കാതിരിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. ആ സംഭവിക്കാതിരിക്കണമെങ്കിൽ ടീം ആസ് എ ഹോൾ മൊത്തത്തിൽ റൈസ് ചെയ്യണം. ആ റൈസ് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും തീരുമാനിക്കണം. ആ അവസ്ഥയിലൂടെയാണ് നിലവിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെ സഞ്ജുവിൽ മാത്രമായിട്ട് CSK ഒതുങ്ങില്ല എന്ന പ്രതീക്ഷയോടുകൂടി തുടർന്ന് അങ്ങോട്ടുള്ള ചെന്നൈയുടെ മത്സരങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ചെന്നൈയുടെ സാധ്യതകൾ എന്നതിനെ പറ്റിയും കൂടി നമുക്ക് പരിശോധിക്കണം. പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ 8 മത്സരങ്ങൾ കളിച്ച് 3 ജയം 5 തോൽവി, നെറ്റ് റൺ റേറ്റ് -0.12, പോയിന്റ്സ് 6. മുകളിൽ നിൽക്കുന്ന ടീംസ് നോക്കിക്കുക. പഞ്ചാബ് കിങ്സ് അൺബീറ്റൺ, വാട്ട് എ പെർഫെക്റ്റ് സൈഡ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്തോ കഷ്ടപ്പെട്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആ മഴ കാരണം. അല്ലെങ്കിൽ അജിങ്ക്യ റഹാനെയും തീർത്ത് വിട്ടേനെ ശ്രേയസ് അയ്യർ, ഉറപ്പാണ്. 7 കളി 6 ജയം 1 തോൽവി പോലും ഇല്ല. നെറ്റ് റൺ റേറ്റ് +1.3, പോയിന്റ്സ് 13. പഞ്ചാബ് ഡെഫിനറ്റ്ലി ആ കപ്പ് പഞ്ചാബിനങ്ങ് കൊടുക്കണം. ആ രീതിയിലങ്ങ് മാറുകയാണ്. പഞ്ചാബ് ഡിസേർവ്സ് ടു ബി ദർ. കഴിഞ്ഞ സീസണിൽ ഫൈനലിസ്റ്റുകളായിരുന്നു. RCBക്കെതിരെ പരാജയപ്പെട്ടു ഫൈനല്. പക്ഷേ അതിൻ്റെ ഒരു തെല്ല് പോലും പഞ്ചാബ് ബാക്കിലോട്ടല്ല. ഈ കഴിഞ്ഞ തവണ ഫൈനൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഞങ്ങൾ കപ്പടിക്കുമെന്നതാണ് ശ്രേയസ് അയ്യറിൻ്റെ ടീമിന്. ആൻഡ് വാട്ട് എ ക്യാപ്റ്റൻസി ഫ്രം ദിസ് മാൻ ശ്രേയസ് അയ്യർ, ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ സാധാരണയായി വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന രീതിയിലാണ് ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസി. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് RCB ആണ്, ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. 7 കളികൾ കളിച്ച് 5 ജയം 2 പരാജയങ്ങളായിട്ട് നിൽക്കുന്നു, പോയിന്റ്സ് 10 ആണ്. 3ാം സ്ഥാനത്ത് SRH ആണ്, 8 മത്സരങ്ങൾ 5 ജയം 3 തോൽവി 10 പോയിന്റ്. 4ാം സ്ഥാനത്ത് RR, സെയിം ഘടന തന്നെയാണ്, 8 മത്സരം 5 ജയം 3 തോൽവി. ഗുജറാത്താണ് 5ാം സ്ഥാനത്ത്, 8 കളി 4 ജയം 4 തോൽവി. 6ാം സ്ഥാനത്ത് ചെന്നൈ, നേരെ തിരിച്ച് 3 ജയം 5 തോൽവി. അപ്പോൾ ഈ അവസ്ഥയിലാണ് ചെന്നൈ നിൽക്കുന്നത്. നമ്മൾ താഴെ DC-യും KKR-ഉം MI LSG-യും നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്താം. ഒരു വലിയ കംബാക്ക് ഈ 4 ടീമിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ഫ്രം MI ക്യാൻ ബൗൺസ് ബാക്ക്. MI ബൗൺസ് ബാക്ക് ചെയ്യേണ്ട എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. അത് ലേറ്റായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കാലം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ CSK ഈ സഞ്ജു സാംസൺ എഫക്റ്റിൽ നിന്നും മാറി ആസ് എ ടീം മൊത്തത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഒന്നാമത് CSKക്ക് ചുറ്റും പരിക്കുകളാണ്. ധോണിയുടെ പരിക്കാവട്ടെ, ഖലീൽ അഹമ്മദിൻ്റെ പരിക്കാവട്ടെ, ആയുഷ് മാത്രയുടെ പരിക്കാവട്ടെ, ഡിവോൾ പ്രേവിസിൻ്റെ പരിക്കിൽ നിന്നും പ്രേവിസ് തിരികെ വന്നു, നീതൻ എല്ലിസിൻ്റെ പരിക്കാവട്ടെ, അങ്ങനെ മൊത്തം പരിക്കാണ്. പരിക്കുകൾ നിൽക്കുന്ന CSKക്ക് ആകെ കൂടി ഇപ്പോൾ കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ. അവരെ വെച്ച് മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ. ആ പ്ലേയേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നേ മതിയാവുകയുള്ളൂ. കാരണം CSKക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആരാധകർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ CSKക്ക് ഈ സീസണിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ ടു ലെറ്റ് ധോണി ഔട്ട് കുറച്ച് നാളത്തേക്ക് എന്ന് പറയുന്നത് അവർക്ക് തന്നെ റിവേഴ്സായിട്ട് അടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാരണം ധോണിയുടെ ഇൻക്ലൂഷൻ ഇവിടെ, ധോണി ഇല്ലാത്തതുകൊണ്ടാണ് ടീം തോറ്റത് എന്നതുവരെ ഒരു ആരാധകർ പറയാൻ സാധ്യതയുണ്ട്. സോ അത് മാറ്റിയെടുക്കണമെങ്കിൽ CSK ഹാസ് ടു ഡെലിവർ ആൻഡ് ഹാസ് ടു ക്രിയേറ്റ് എൻ ഇമ്പാക്ട് ഇൻ ദിസ് സീസൺ. അതുണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു പേരിൽ നിന്നും CSKക്ക് മാറാൻ കഴിയുള്ളൂ. അങ്ങനെയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് CSK ആരാധകർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.